തന്റെ മരുമകന് മുഹമ്മദ് റിയാസിന് ഭീഷണിയാവാതിരിക്കാനാണ് വാസ്തവത്തിൽ ആരെ മാറ്റിയത്? ഈ പറയുന്ന ഷംസീറിനെ മാറ്റിയത്. ഇങ്ങനെ ഓരോ തരത്തിലും ചെയ്യുന്ന പണി എന്താണ്? ഇതാണ്. എന്തുകൊണ്ടാണ് പി ജയരാജന് സീറ്റ് കൊടുക്കാതിരുന്നത്? ഈ ടി കെ ഗോവിന്ദൻ മാഷു ഇതേ ചോദിച്ചു നോക്കിയിട്ട് എന്തുകൊണ്ടാണ് പി ജയരാജൻ സീറ്റ് കൊടുക്കാതിരുന്നത്? വി എസ് അച്യുതാനന്ദനെ നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തിലെ 14 ജില്ലാ കമ്മിറ്റികളുടെയും ജില്ലാ സെക്രട്ടറിമാരെ ആര് നിശ്ചയിച്ചു? തന്റെ താല്പര്യത്തിന് വിധേയമായിരിക്കുന്ന ആളെ നിശ്ചയിച്ചു. ഈ നിശ്ചയിച്ചതിന്റെ ഭാഗമായി കണ്ണൂരിൽ വന്നിരിക്കുന്ന ഈ 45 വയസ്സിൽ താഴെ ഉണ്ടായിരിക്കുന്ന കെ രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരനെ കൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയേറ്റ് അവിടെ ഇരുത്താൻ മുഖ്യമന്ത്രി വന്നത് എങ്ങനെയായിരുന്നു എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എത്ര ആളുകൾക്കറിയാം? വന്നത് ഒരു സ്വകാര്യ മുതലാളിയുടെ വിമാനത്തിനാണ് വന്നത്. വിമാനത്തിൽ വന്നു, മട്ടന്നൂരിൽ ഇറങ്ങി, അവിടുന്ന് നേരെ കണ്ണൂർ DC ഓഫീസിലേക്ക് വന്നു. 20 മിനിറ്റിനകം DC യോഗം അവിടെ ചേരുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാജേഷിനെ പാർട്ടി സെക്രട്ടറി കൊണ്ട് ഇരുത്തിയാണ്. ഈ ഇരുത്തുന്ന സമയത്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, 75 വയസ്സ് പ്രായമുള്ള ആരുണ്ട് അതിനകത്ത്? ആരുണ്ട്? ഈ ടി കെ ഗോവിന്ദൻ പറഞ്ഞ ആളാവുണ്ട്. നിങ്ങൾ സമര പാരമ്പര്യമുണ്ടോ? നിങ്ങൾക്ക് അനുഭവ പാരമ്പര്യമോ? നിങ്ങൾ എപ്പോൾ വന്നിരിക്കുന്ന സെക്രട്ടറിയാണ്? നിങ്ങൾ എപ്പോൾ വന്നിരിക്കുന്ന സമരനായകനാണ്? മുൻകാല പൂർവ്വകാല പാർട്ടി അനുഭവങ്ങൾ ഒന്നുമില്ലാതെ വന്നിരിക്കുന്ന ആളാണ്. ഇതാണ് അതിൽ ഒന്നാമത്തെ വിഷയം. നമസ്കാരം. അടിസ്ഥാന വർഗത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം CPM-നെ തന്റെ കാൽ കീഴിൽ ഒതുക്കി, കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് പിണറായി വിജയൻ ഭരണം നടത്തുന്ന കാഴ്ചയാണ് കുറെ വർഷങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി എന്ന് പറയപ്പെടുന്ന ഈ പാർട്ടി ഇപ്പോൾ കുത്തക മുതലാളിമാരുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു, ബൂർഷാസികളുടെ പാർട്ടിയായി മാറിയിരിക്കുന്നു. പാർട്ടിയെ ബൂർഷാസികളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്ന ജോലിയാണ് കുറെ വർഷങ്ങളായി പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ആജീവനാന്തം പ്രയത്നിച്ച പാണ്ഡ്യാല ഗോപാലൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റിന്റെ മകനായ പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത്. ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് പാണ്ഡ്യാല ഷാജി ഇന്നത്തെ കേരളത്തിലെ CPM-ന്റെ അപജയത്തിന് കാരണക്കാരനായ പിണറായി വിജയന്റെ ദുർചെയ്തികളെ തുറന്നു കാണിച്ചത്. തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ മരുമകനും മാത്രം പാർട്ടിയിൽ സ്ഥാനം മതി, അല്ലെങ്കിൽ തനിക്കും തന്റെ മരുമകന്റെയും ഇംഗിതത്തിന് വഴങ്ങാത്ത ആളുകൾ ആരും പാർട്ടിയിൽ ആവശ്യമില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പിണറായി വിജയൻ CPM എന്ന പാർട്ടിയിൽ വെട്ടിയൊതുക്കലുകൾ നടത്തി തുടങ്ങിയിരുന്നു എന്നാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞത്. അതിന്റെ പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ മട്ടന്നൂരിൽ നിന്നും പേരാവൂരിലേക്ക് KK ശൈലജയെ മാറ്റി മത്സരിപ്പിക്കുന്നതും, അതുപോലെ തന്നെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ MP ഗോവിന്ദന്റെ ഭാര്യയായ ശ്യാമള ടീച്ചർ മത്സരിപ്പിക്കുന്നതിന്റെയും പിറകിലുള്ള ഉദ്ദേശം ഇത് തന്നെയാണ്. ഈ സന്ദർഭത്തിലാണ് പാർട്ടിക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് പാർട്ടിക്ക് വേണ്ടി ജീവിച്ച TK ഗോവിന്ദനെ പോലുള്ള ആളുകൾ പാർട്ടി വിട്ടുപോകുന്നത്, അഥവാ പിണറായി വിജയൻ പാർട്ടിയിൽ നിന്നും അവരെ പുറത്താക്കുന്നത്. ഇത് നീതീകരിക്കപ്പെടാത്ത ഒരു കാര്യം തന്നെയാണ്. അതായത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അധപ്പതനത്തിന്റെ നാന്ദി കുറിച്ചിരിക്കുന്നു പിണറായി വിജയൻ എന്നാണ് പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത്. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ ഇനി ഇടതുപക്ഷം ഉണ്ടാകില്ല. ബംഗാളിൽ CPM-ന് എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ മുഖ്യ സൂത്രധാരകൻ പിണറായി വിജയനാണ് എന്നുള്ളത് കേരള കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തും എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞത്. TK ഗോവിന്ദനെ പോലുള്ള ആളുകൾ കണ്ണൂരിൽ ഉള്ളപ്പോഴാണ് P ജയരാജനെ പോലുള്ള ആളുകൾ ഉള്ളപ്പോഴാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷിനെ അവിടെ കൊണ്ടുവന്ന് പിണറായി വിജയൻ അവരോധിക്കുന്നത്. ഇതിനുവേണ്ടി സ്വകാര്യ വിമാനം ചാർട്ട് ചെയ്താണ് പിണറായി വിജയൻ കണ്ണൂരിലേക്ക് എത്തിയത് എന്നുകൂടി പാണ്ഡ്യാല ഷാജി പറയുന്നു. ധൂർത്തിന്റെ ആൾരൂപമായിരിക്കുന്നു പിണറായി വിജയൻ. എങ്ങനെയാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിക്കേണ്ടത് എന്നുള്ളതിന്റെ നേരെ വിപരീത പദമായി, നേരെ വിപരീത ദൃഷ്ടാന്തമായി പിണറായിയുടെ ജീവിതവും മാറിയിരിക്കുന്നു എന്നാണ് പാണ്ഡ്യാല ഷാജി പറഞ്ഞത്. അധികാരം തന്നിലേക്കും തന്റെ പിന്തുടർച്ച അവകാശിയായ മരുമകനിലേക്കും കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി പാർട്ടിയിൽ 14 ജില്ലകളിലും വെട്ടിയൊതുക്കലുകൾ നടത്തി തന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ആളുകളെ, താൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ആളുകളെ മാത്രം, ആജ്ഞാനുവർത്തികളെ മാത്രം, അല്ലെങ്കിൽ പിണറായി വിജയന്റെ റാൻ മൂളികളെ മാത്രം പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് പാർട്ടി തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ചയാണ് കുറെ കാലങ്ങളായി പിണറായിയുടെ ഭരണത്തിൽ CPM-ൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പാണ്ഡ്യാല ഷാജി തുറന്നടിച്ചത്. ഒരു ചർച്ചയ്ക്കിടയിൽ തന്നെയാണ്, ഒരു മാധ്യമ ചർച്ചയ്ക്കിടയിലാണ് പാണ്ഡ്യാല ഷാജി ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. ഇന്നിപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ CPM-ന് മുച്ചൂടും മുടിക്കുന്നതിന് വേണ്ടി ചില തന്ത്രങ്ങളുമായി പിണറായി വിജയൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അതായത് തനിക്ക് തിരുവായ്ക്ക് എതിർവായില്ലാതെ നിൽക്കുന്ന ആളുകളെ മാത്രം പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കുക, പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും വെട്ടിയൊതുക്കുക, അല്ലെങ്കിൽ അവർ തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് മാറ്റി മത്സരിപ്പിക്കുക. ഇതാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ സ്പീക്കറായ ഷംസീറിനെ പോലും തലശ്ശേരിയിൽ നിന്നും മാറ്റി അവിടെ തനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ആയ കാരായി രാജൻ എന്ന കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളെ കൊണ്ടുവന്ന് പിണറായി വിജയൻ നിർത്തി മത്സരിപ്പിക്കുന്നു. ഇന്നിപ്പോൾ CPM എന്ന പാർട്ടിയിൽ നിന്നും
മച്ചിങ്ങ കൊഴിയുന്നത് പോലെയാണ് മുതിർന്ന നേതാക്കൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പാർട്ടിയിൽ കമ്മ്യൂണിസം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളായ എത്രയോ ആളുകളാണ് CPM നിന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പിരിഞ്ഞു പോയത്. അവരൊന്നും അധികാരമോഹം കൊണ്ട് പിരിഞ്ഞു പോയതല്ല. ഇപ്പോ അവരെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് അവരെല്ലാവരും വർഗവഞ്ചകരാണ് എന്നുള്ളതാണ്. പണ്ട് ചെങ്ങമ്പുഴ പാടിയതുപോലെ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ എന്ന് പാടിയതുപോലെ ഇപ്പോൾ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും പിണറായി വിജയന്റെ ഭാഷയിൽ CPM വർഗവഞ്ചകർ മാത്രമാണ് കാണുന്നത്. എങ്ങനെയാണ് വർഗവഞ്ചകർ ഉണ്ടാകുന്നത്? പിണറായി വിജയന്റെ നയവ്യതിയാനത്തിനെതിരെ പ്രതികരിക്കുന്നവരെല്ലാവരും കമ്മ്യൂണിസത്തിൽ നിന്ന് പിണറായി വിജയന്റെ കങ്കാണികളും വഴിമാറുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നവർ വർഗവഞ്ചകരെന്ന് മുദ്രകുത്തി പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു. തനിക്കും തന്റെ മരുമകനും അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ കമ്മ്യൂണിസത്തെ ഭൂഷാസികളുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നു. എന്താണ് കമ്മ്യൂണിസത്തിൽ നടപ്പിൽ ആക്കാൻ പാടില്ലാത്തത്? അതാണ് പിണറായി വിജയൻ കമ്മ്യൂണിസത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പാണ്ഡ്യാല ഷാജി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചത്. പാണ്ഡ്യാല ഷാജി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ശരിക്ക് TK ഗോവിന്ദൻ മാഷ് പാർട്ടിയുമായി കലഹിച്ച് പുറത്തേക്ക് വരുന്നത് ഒറ്റ വിഷയത്തിന്റെ മേലെയാണ്. അദ്ദേഹം ഒരിക്കൽ പോലും എനിക്ക് MLA ആവണമെന്ന് എനിക്ക് അത് താല്പര്യമുണ്ടോ അദ്ദേഹം ഒരിക്കലും ഒരു കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറും അല്ല അദ്ദേഹം. പക്ഷെ അദ്ദേഹം കലാപം ചെയ്ത് എവിടെയാണ്? ഒരു പാർട്ടി രാഷ്ട്രീയത്തിനകത്ത് അത്ര സജീവമല്ലാതിരിക്കുന്ന ഒരാൾക്ക് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് എന്ന ഒരൊറ്റ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ജെയിംസ് മാത്യുവിന്റെ ഭാര്യയായിരിക്കുന്ന സുകന്യയുണ്ട്. ഇപ്പോഴത്തെ ഈ ബടായി വിടുന്ന ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യം അനാർഭാടിയായ പെൺകുട്ടി എന്ന പേരിൽ വർഷങ്ങൾക്ക് മുൻപ് കേരള യൂണിവേഴ്സിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് അവർ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കലാകൗമുദിയിലെ കവർ സ്റ്റോറിയായി വന്നിരിക്കുന്ന ആളാണ് ഈ പറയുന്ന സുകന്യ. അത് പിന്നീട് ജെയിംസ് മാത്യു സുകന്യയെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം കണ്ണൂരിൽ വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും സുകന്യ സജീവമായ രാഷ്ട്രീയ രംഗത്തുണ്ട്. എന്തുകൊണ്ട് സുകന്യയെ മാറ്റി നിർത്തി? ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം വരുന്നത് നിങ്ങൾ സുകന്യയെ മാറ്റി നിർത്തുന്നതാണ് എങ്കിൽ അവിടെ മത്സരിപ്പിക്കേണ്ടത് ആരെയാണ്? CPM അത് ഇതേപോലെ ബൂസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, PR വർക്കിലൂടെ വന്നിരിക്കുന്ന ആളാണ്. ശരിക്ക് ശൈലജ ടീച്ചർ അത്ര പ്രഗത്ഭയാണെന്ന അഭിപ്രായം ഇല്ല. അത് എന്റെ അഭിപ്രായം മാറ്റിക്കോ. പക്ഷെ പാർട്ടിയുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും ഒരു വലിയ ഐക്കണായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ശൈലജ ടീച്ചറെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയില്ല? പകരം എന്താണ് ചെയ്തത്? പകരം KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന പേരാവൂരിൽ പോയി മത്സരിച്ചു കൊള്ളാനാണ് ഈ KK രാജേഷ് ഉത്തരവിടുന്നത്. ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? ശരി, യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? CPM മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നയാൾ ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തിലെ 14 ജില്ലാ കമ്മിറ്റികളുടെയും ജില്ലാ സെക്രട്ടറിമാരെ ആര് നിശ്ചയിച്ചു? തന്റെ താല്പര്യത്തിന് വിധേയമായിരിക്കുന്ന ആളെ നിശ്ചയിച്ചു. ഈ നിശ്ചയിച്ചതിന്റെ ഭാഗമായി കണ്ണൂരിൽ വന്നിരിക്കുന്ന ഈ 45 വയസ്സിൽ താഴെ ഉണ്ടായിരിക്കുന്ന KK രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഈ ചെറുപ്പക്കാരനെ കൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയേറ്റ് ഇരുത്താൻ മുഖ്യമന്ത്രി വന്നത് എങ്ങനെയായിരുന്നു എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എത്ര ആളുകൾക്കറിയാം? വന്നത് ഒരു സ്വകാര്യ മുതലാളിയുടെ വിമാനത്തിലാണ് വന്നത്. വിമാനത്തിൽ വന്നു മട്ടന്നൂരിൽ ഇറങ്ങി അവിടുന്ന് നേരെ കണ്ണൂർ DC ഓഫീസിലേക്ക് വന്നു. 20 മിനിറ്റിനകം DC യോഗം അവിടെ ചേരുന്നു. മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാജേഷ് പാർട്ടി സെക്രട്ടറി കൊണ്ട് ഇരുത്തിയാണ്. ഈ ഇരുത്തുന്ന സമയത്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത് 75 വയസ്സ് പ്രായമുള്ള ആരുണ്ട് അതിനകത്ത്? ആരുണ്ട്? ഈ TK ഗോവിന്ദൻ പറഞ്ഞ ആളാവുണ്ട്. നിങ്ങൾ സമര പാരമ്പര്യമുണ്ടോ? നിങ്ങൾക്ക് അനുഭവ പാരമ്പര്യമോ? നിങ്ങൾ എപ്പോൾ വന്നിരിക്കുന്ന സെക്രട്ടറിയാണ്? നിങ്ങൾ എപ്പോൾ വന്നിരിക്കുന്ന സമരനായകനാണ്? പൂർവ്വകാല പാർട്ടി അനുഭവങ്ങൾ ഒന്നുമില്ലാതെ വന്നിരിക്കുന്ന ആളാണ്. ഇതാണ് അതിൽ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം വരുന്നു, ഞാൻ ദീർഘിപ്പിക്കുക. രണ്ടാമത്തെ വിഷയം വരുന്നു, തലശ്ശേരിയിൽ ഒരു സ്ഥാനാർത്ഥിയെ വെച്ചു. തലശ്ശേരിയിൽ വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ്? ഫസൽ വധക്കേസിലെ നിർണായക പ്രതിയാണ്. കാരായി രാജൻ. അദ്ദേഹം അതിനകത്ത് പ്രതിയാണത്. ഇദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടെ മാറ്റുന്നത് ആരെയാണ് മാറ്റുന്നത്? ഷംസീറിനെയാണ് മാറ്റുന്നത്. ഷംസീർ ആരാണ്? കേരളത്തിലെ മതന്യൂനപക്ഷ പ്രതിനിധിയാണെന്ന് മാത്രമല്ല കേരള സ്പീക്കറുമാണ്. ഇത് മാറ്റുമ്പോൾ ഈ മതന്യൂനപക്ഷത്തിന് ഇദ്ദേഹത്തെ മാറ്റുമ്പോൾ ഇതിനകത്ത് വേറൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് എന്താണ്? തന്റെ മരുമകന് മുഹമ്മദ് റിയാസിന് ഭീഷണിയാവാതിരിക്കാനാണ് വാസ്തവത്തിൽ ആരെ മാറ്റിയത്? ഈ പറയുന്ന ഷംസീറിനെ മാറ്റിയത്. ഇങ്ങനെ ഓരോ തരത്തും ചെയ്യുന്ന പണി എന്താണ്? ഇതാണ്. എന്തുകൊണ്ടാണ് P ജയരാജന് സീറ്റ് കൊടുക്കാറുള്ളത്? ഈ TK ഗോവിന്ദൻ മാഷു ഇതേ ചോദിച്ചു നോക്കിയിട്ട് എന്തുകൊണ്ടാണ് P ജയരാജന് സീറ്റ് കൊടുക്കാറുള്ളത്? അദ്ദേഹത്തിന്റെ സഹോദരി സതീദേവി ഇവരെല്ലാം സാക്ക് ചെയ്ത് വരുന്ന നേരം തനിക്ക് വേണ്ടുന്ന ആളുകളെ മാത്രം കൂടെ നിർത്തുമ്പോൾ പാർട്ടി എന്ന് പറയുന്ന സംഘടന എന്തായി തീരുകയാണ്? അത് കേവലം എന്റെ പോക്കറ്റിലാണ്